ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്ന അൽഹംദുലില്ലാ. ഇത് നമുക്ക് വോട്ടിൻ്റെ ഓരോ ഓർഡർ എടുത്തിട്ടുണ്ട്. ഓഫീസർമാർക്കും പോലീസ് ഓഫീസർമാർക്കും അവർക്കെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ഓർഡറാക്കി. നമുക്ക് 9-ാം തീയതി വോട്ടെങ്കിൽ 8-ാം തീയതിയായി നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. 3 മണിക്ക് 2 മണിക്ക് നമ്മൾ വാട്ടർ എടുക്കാൻ പോയിട്ടുണ്ട്. സിയാം സ്കൂളും സിറിയ സ്കൂളും. അവിടെ സിയാം സ്കൂളിൽ 2 ബൂത്തും സിറിയ സ്കൂളിൽ 5 ബൂത്തും എടുത്തിട്ട് നമുക്ക് എന്തുമില്ല, ലാഭം എന്തില്ല, ഭയങ്കര നഷ്ടം തന്നെ, ഒന്നുമില്ല. അത്ര പണിയുണ്ട്. എല്ലാ ടൈമിനും ഓരോ ആളുടെ അടുക്ക് എത്തിക്കണം. പിന്നെ അവിടെ എല്ലാം ഓരോരോ കയ്യിൽ കൊടുക്കണം. ഭയങ്കര കഷ്ടമായി. ഇനി ഞാൻ എടുക്കുന്നില്ല വോട്ടിൻ്റെ എന്ത് നമുക്ക് ലാഭവും ഇല്ല, പണിയും ഉണ്ട്. അത്ര തന്നെ പണിയുണ്ട്. ജാവ് പത്തളും ചപ്പാത്തിയും കുറുമയും കൊടുത്തു. പിന്നെ ഇത് 3:45 ഞാൻ എണിച്ചിട്ട് സാമ്പാറും മുട്ടക്കറിയും പിന്നെ 60 ആൾക്കാക്കണ്ടേ, പിന്നെ ഇഡ്ഡലിയും പിന്നെ പാലപ്പവും എല്ലാം ആക്കിയിട്ട് അത് കൊടുത്ത് ചായയും. ഭയങ്കര കഷ്ടപ്പെട്ടു ഞാൻ. വേക്ക് 11 മണിക്ക് ഉന്നക്കായും അയച്ചു കൊടുത്തു. വേക്ക് ഉച്ചക്ക് ബിരിയാണിയും സലാഡും അച്ചാറും കൊടുത്തു. വേക്ക് വൈകുന്നേരം ഉന്നക്കായും ചിക്കൻ റോളും പഴംപൊരിയും കൊടുത്തു. ഭയങ്കര കഷ്ടപ്പെട്ടു. ഇനി വോട്ടിൻ്റെത് ആ ഓർഡർ നമുക്ക് വേണ്ട, അത് ക്യാൻസലാക്കുന്നു. അതിലെന്ത് നമുക്ക് അത്ര കഷ്ടമുണ്ട്. എല്ലാം കാറിൽ കൊണ്ട് കൊടുക്കണം, കാറിന് പെട്രോൾ കിട്ടണം, ഒരു ലാഭവും ഇല്ല നമുക്ക്. പിന്നെ എന്ത് ഓർഡർ കിട്ടിയാലും വോട്ടിൻ്റെ ഓർഡർ ഞാൻ എടുക്കാല, അത്ര കഷ്ടമാണ്. പിന്നെ നമുക്ക് ഹെൽപ്പാക്കുന്ന ഒരാളെയും കിട്ടിയിട്ടില്ല. അന്നത്തെ ആളിലെല്ലാം വോട്ടിടാൻ പോകേണ്ടിട്ട് ഒരാൾ വന്നു. പിന്നെ കുബുറ പാപ്പ എൻ്റെ കഷ്ടം കണ്ടിട്ട് അവൾ വന്നിട്ട് എല്ലാം ഹെൽപ്പാക്കി തന്നു. ഒക്കെ ആരോഗ്യ ആയുസിനടുത്ത് റഹ്മത്തും ബർക്കത്തും ഞാനത്ത് സന്തോഷമുള്ള ജീവിതാക്കട്ട്. അത്ര കഷ്ടം വന്നിന് ഞാൻ മതിയായി കണക്ക്. അത്ര മോള് കഷ്ടമാണ്, ഒരു ലാഭവും ഇല്ല. നമ്മൾ എന്തെങ്കിലും പണിയെടുത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നിട്ടല്ലേ. ഇതിൽ ഒരു നഷ്ടവും ഇല്ല, ലാഭവും ഇല്ല, രണ്ടും ഇല്ല. നഷ്ടക്കച്ചവടമല്ല, നഷ്ടവും ഇല്ല. ഓക്കെ, ബൈ.